അധികം പ്ലാനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പുറപ്പെടുന്ന യാത്രകളൊന്നും തന്നെ എന്നെ ഡിസപ്പോയിന്റ് ചെയ്യിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ശ്രീരംഗപട്ടണത്തിലേക്കാണ്. മൈസൂരിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമാണ് കേട്ടോ ഈ ശ്രീരംഗപട്ടണത്തിലേക്കുള്ളത്. ഇത് ഹിസ്റ്റോറിക്കൽ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ശ്രീരംഗനാഥസ്വാമി ടെമ്പിളിലേക്കാണ് കേട്ടോ. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനമായിരുന്നു ഈ ശ്രീരംഗപട്ടണം. അതുകൊണ്ട് തന്നെ ഈ ടിപ്പുവിന്റെ ഫോർട്ടിന്റെ അകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ഈ കോട്ടയിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് കേട്ടോ. വളരെ നാരോ ആയിട്ടുള്ള ഒരു എൻട്രി ആണ്. അപ്പോൾ ഒരു വണ്ടിക്ക് മാത്രം അറ്റ് എ ടൈം പോകാൻ പറ്റില്ല. ഇപ്പോൾ അത് 2 ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി എൻട്രി പോയിന്റ് മാത്രമായിട്ടാണ് അന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 6 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ കോട്ടയ്ക്കുള്ളിൽ 1000 പട്ടാളക്കാർ പ്രത്യേകം നോക്കി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. 1100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ രംഗനാഥ സ്വാമി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ചരിത്രത്തിന്റെയും ആത്മീയതയുടെയും അത്ഭുതകരമായ സംഗമം കൂടിയാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ആദിശേഷന്റെ മേൽ യോഗനിദ്രയിൽ ശയിക്കുന്ന ശ്രീ മഹാവിഷ്ണുവായ ശ്രീരംഗനാഥസ്വാമിയാണ്. ഭഗവാന്റെ തിരുവടിക്കടിയിൽ മഹാലക്ഷ്മിയും നാഭിയിൽ വിരിഞ്ഞ താമരയിൽ ബ്രഹ്മാവും ദർശിക്കാം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയെ ഒരുമിച്ച് പ്രതിനിധീകരിക്കുന്ന അതിമനോഹരമായ ദർശനമാണിത്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. കാവേരി നദിക്കരയിലെ 3 പ്രശസ്ത രംഗനാഥ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണിത്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ആദിരംഗ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് ശിവസമുദ്രയിലെ മധ്യരംഗയും മൂന്നാമത്തേത് തമിഴ്നാട്ടിലെ ശ്രീരംഗം അഥവാ അന്ത്യരംഗയുമാണ്. ഈ 3 ക്ഷേത്രങ്ങളും ഒന്നിച്ച് ദർശനം നടത്തുന്നത് വളരെ പുണ്യമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് ഉള്ളത്. ചരിത്രരേഖകൾ പ്രകാരം വ്യത്യസ്ത മതങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുകയും ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതിനാൽ ഈ സ്ഥലവും ആത്മീയതയോടൊപ്പം ചരിത്രവും നിറഞ്ഞതാണ്. ശ്രീരംഗപട്ടണയിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.